തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന കാലത്ത് ഇവിടെ പറഞ്ഞിരുന്നത് 400 സീറ്റ് NDA നേടും എന്നാണ്. BJP 300-ലേറെ സീറ്റിലേക്ക് പോകും. അങ്ങനെ വന്നാൽ ഇവിടെ മോഡി തരംഗം ഉണ്ടാകും. അതിന് പല കാരണങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തനായ BJPയുടെ വക്താവ് പോലും 400 എന്ന വാക്കുമുണ്ടെന്നില്ല. അത് ഒരു പ്രധാന കാര്യമാണ്. ഏതായാലും മോഡി തരംഗം ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഇന്നുണ്ട്. അത് വളരെ കൃത്യമാണ്. ഒരു സ്ഥലത്ത് മോഡിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും 2014 യുവാക്കളും അതുപോലെയുള്ള വലിയൊരു വിഭാഗവും 2019 സ്ത്രീകളടക്കമുള്ള വിഭാഗവും കൂട്ടത്തോടെ ചെന്ന് മോഡിക്ക് വോട്ട് ചെയ്ത ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് അതില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മോഡി മാജിക് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. മോഡിയുടെ ഗ്യാരണ്ടിയും മോഡിയുടെ വേഷവും മോഡിയുടെ ഭാഷയും മോഡിയുടെ പ്രസംഗവും കൊണ്ട് ജനങ്ങളെ ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നവർക്ക് ബോധ്യം വന്നിരിക്കുന്നു. പഴയ നാണയങ്ങളൊക്കെ അത് ഈ പറഞ്ഞതുപോലെ അയോധ്യയോ അല്ലെങ്കിൽ രാമക്ഷേത്രമോ നിർമ്മാണമോ രാജ്യരക്ഷയോ പോലും ഇപ്പോൾ ഏൽക്കാതായിരിക്കുന്നു. ഏറ്റവും അവസാനം വർഗീയ കാർഡ് നേരിട്ട് ഇറക്കി കളിച്ച കോൺഗ്രസ് വന്നാൽ നാട്ടിലെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നുവരെ ഒരു നാണവുമില്ലാതെ പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. പക്ഷേ 6ാം ഘട്ടം തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ഒരു സംശയവും വേണ്ട, മോഡി മാജിക് ഇല്ല. രണ്ടാമത്തെ ചോദ്യം, BJP NDAക്ക് എത്ര കിട്ടും? ഇത് ഇപ്പൊ പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. വലിയ പോൾസ്റ്റർമാർ പല കണക്കുകൾ പറയുന്നുണ്ട്. യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ആളുകൾ 220 സീറ്റിനടുത്ത് BJPക്ക് കിട്ടുമെന്നും സഖ്യകക്ഷികൾക്ക് എല്ലാം കൂടി 250 അടുത്തെത്തുമെന്നും BJP ഇതരർ NDA ഇതരർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി ഇവിടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം എന്ന് വരെ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ശുഭപ്രതീക്ഷയാവാം. അദ്ദേഹവും ഇപ്പോൾ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാളാണ്, അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ പറ്റും. ഞാൻ അതിൽ കിടക്കുന്നില്ല. പക്ഷെ 2-3 കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഒന്ന്, മോഡി മാജിക് ഇല്ല എന്ന് മാത്രമല്ല, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളെക്കുറിച്ച് നാട്ടിൽ വലിയ ചർച്ച. നമ്മുടെ മാധ്യമങ്ങളൊക്കെ പോയി എല്ലാ മാധ്യമങ്ങളും ജനങ്ങളോട് തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം എന്താണെന്ന് ചോദിക്കുന്നത്. അവരാരും രാമക്ഷേത്രമാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം എന്ന് പറയുന്നില്ല. മെഹങ്കായ്, UP വടക്കേ ഇന്ത്യയിൽ പറയുമ്പോൾ മെഹങ്കായിയാണ് വലിയ വിഷയം എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം. തൊഴിലില്ലായ്മ വലിയ വിഷയമാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ വിഷയമാണ്. ഇങ്ങനെ തുടങ്ങി തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പറയുന്നത്. മാത്രമല്ല, മോഡി മാജിക് നഷ്ടപ്പെട്ടതോടുകൂടി ഒരു ഓൾ ഇന്ത്യ ഇഷ്യൂ ഇല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ. ഓരോ സംസ്ഥാനത്തും അവിടുത്തെ ഇഷ്യൂ ആണ് തെരഞ്ഞെടുപ്പിൽ വരുന്നത്. മഹാരാഷ്ട്രയിൽ സംസാരിക്കുന്ന വിഷയമല്ല ബംഗാളിൽ, അതല്ല ഗുജറാത്തിൽ, അതല്ല ദില്ലിയിൽ, അതല്ല UPയിൽ അല്ലെങ്കിൽ ബീഹാറിൽ. എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നത്? അത് പ്രതിപക്ഷത്തിന്റെ ഒരു വിജയമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം സാധാരണഗതിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്ത് BJP ഇതരർ ജയിക്കുമ്പോഴും മോഡി ആകെ വന്ന് കേന്ദ്രത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന തോന്നൽ ഉണ്ടാക്കുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് കർണാടകയിലുണ്ട്, ദില്ലിയിലുണ്ട്, പല സംസ്ഥാനങ്ങളിലുണ്ട്. തോറ്റാൽ അവിടെ അസംബ്ലിയിൽ തോറ്റാലും പാർലമെന്റിലേക്ക് മുഴുവൻ സീറ്റ് നേടുന്ന ഒരു രീതി മോഡിക്കുണ്ട്. അതാണ് മോഡി മാജിക്. അതാണ് ഇല്ലാതായത്. അപ്പോൾ വിഷയം സംസ്ഥാന തലത്തിലേക്ക് വന്നിരിക്കുന്നു. മൂന്നാമത്തെ വിഷയം, ഇതിൽ ചർച്ചയാകുന്നത് BJPയുടെ മാനിഫെസ്റ്റോ അല്ല, ഗ്യാരണ്ടിയോ അല്ല, കോൺഗ്രസ് ഉയർത്തിയ മാനിഫെസ്റ്റോ ആണ്. ഇപ്പൊ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ജാതി സംവരണം പോലെയുള്ള വിഷയങ്ങൾ അത് BJP എത്ര ബാധിക്കും? OBC വോട്ടുകളിൽ നല്ലൊരു പങ്ക് ഇക്കാര്യത്തിൽ ഭയചകിതരാണ്, OBCയും SC വിഭാഗത്തിന്. കാരണം ഭരണഘടന കീറിക്കളയും, സംവരണം ഇല്ലാതാക്കും എന്ന രൂപത്തിലുള്ള ഒരു പ്രചരണം വലിയ തോതിൽ നടത്തിയിട്ടുണ്ട് മോഡിയുടെ ആളുകൾ, അല്ലെങ്കിൽ BJP NDA. അങ്ങനെ വരുമ്പോൾ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി അവർക്കുണ്ടാക്കും OBC SC വിഭാഗത്തിൽ. പിന്നെ പ്രാദേശിക പ്രശ്നങ്ങൾ, ഇപ്പൊ ഹരിയാനയിൽ ചെന്നാൽ, പഞ്ചാബിൽ ചെന്നാൽ കർഷക സമരം തന്നെയാണ് അവരുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് പഴയ പോലെ അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ മോഡി മാജിക്കിനുണ്ട്. ദില്ലിയിൽ വന്നപ്പോൾ കുറെ കൂടി സങ്കീർണമായ വിഷയം. അരവിന്ദ് കെജ്രിവാളിനെ മോചിപ്പിച്ചതിന് ശേഷമുണ്ടായ ദില്ലിയിലെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ് എന്നാണ് പല റിപ്പോർട്ടർമാരും പറയുന്നത്. അവിടെ പരസ്പരം മത്സരിച്ചിരുന്നവരാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. വലിയ വിരോധം തമ്മിലുണ്ടായിരുന്നു. എങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാളിനെ രക്ഷിക്കാൻ BJP തോൽക്കണം എന്നൊരു വിശ്വാസം കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമുണ്ട്. വോട്ടുകൾ എത്രത്തോളം പോൾ ചെയ്യും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ വലിയ തോതിൽ അത്തരത്തിൽ വോട്ടുകൾ പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ
ഒരു സംശയവും വേണ്ട, BJPക്ക് വലിയ തിരിച്ചടി ദില്ലിയിൽ ഉണ്ടാവും. കാരണം BJP തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ മാറ്റുകയൊക്കെ ചെയ്തോടെ പല രൂപത്തിൽ. പഴയ 6-7 പേര് ജയിച്ചതാണ്. 6 മീനാക്ഷിയിലേക്ക് അടക്കമുള്ള ആളുകളെ ഇവർ മാറ്റി. എന്താ കാര്യം? മാറ്റിയില്ലെങ്കിൽ ജനങ്ങൾ അവരെ വെറുക്കുന്നു. ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ മാറ്റി ആന്റി ഇൻകംബൻസി തിരിച്ചിടാനുള്ള ശ്രമമായിരിക്കും, അറിയില്ല. എന്തായാലും അത്തരത്തിൽ BJPക്ക് പ്രവർത്തിക്കേണ്ടി വന്നിരിക്കും. ഏറെ പറയുന്ന കാശ്മീരിൽ അവർക്ക് എന്തെങ്കിലും സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, അവർ മത്സരിക്കുന്നു പോലുമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും എളുപ്പമല്ല മോഡിക്ക് എന്ന കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. പറയുന്നത് പോലെ വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണി ചിലപ്പോൾ 1977 പോലെ ഒരു അത്ഭുതം സൃഷ്ടിച്ചേക്കാം എന്നുപോലും വിശ്വസിക്കുന്നവരുണ്ട്. കാരണം മഹാരാഷ്ട്ര പോലെ, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് കിട്ടില്ല, കർണാടക കിട്ടില്ല, തെലങ്കാന കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ എവിടെയാണ് ഇവർക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത്? അങ്ങനെയാണ് ബീഹാറിൽ കിട്ടില്ല, ബംഗാളിൽ കിട്ടില്ല. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് ഇവർ ഈ പറഞ്ഞ മാജിക് ഫിഗറിലേക്ക് എത്തുന്നത് എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്.